അല്ലിക്കുട്ടന്റെ ഇന്നത്തെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് അല്ലിക്കുട്ടനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. 2 ദിവസമായിട്ട് അവന്റെ യൂറിൻ ഒരു മഞ്ഞ നിറം കാണുന്നു. അപ്പം നന്നായിട്ട് മഞ്ഞ നിറത്തിലായിരുന്നു യൂറിൻ പോകുന്നത്. അപ്പം 2 ദിവസമായി ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയുള്ളൂ കേട്ടോ. അപ്പൊ അതിന് മുമ്പ് എങ്ങനെയായിരുന്നെന്ന് നമുക്ക് അറിയത്തില്ല. അവൻ മുറ്റത്തൊക്കെ പോയി മൂത്രം ഒഴിക്കുന്ന കാരണം നമ്മളത് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസമാണ് അവനിങ്ങനെ പെരയ്ക്കകത്ത് മൂത്രം ഒഴിച്ച്. അപ്പോഴത്തേക്കിനാണ് നമ്മളിത് കണ്ടത്. അപ്പൊ പിന്നെ ഞാൻ നോക്കാൻ തുടങ്ങി കേട്ടോ, പിന്നീട് ഇങ്ങനെ തന്നെയാണോ എന്ന്. അപ്പം പിന്നെ ഞാൻ ഓർത്ത് ഇവന് ഇച്ചിരി വെള്ളം കുടിക്കുന്ന കുറവാ. അപ്പൊ ഞങ്ങള് ഏറെ അവന് വെള്ളം കൊടുത്തെന്ന് പറഞ്ഞാൽ അവൻ വെള്ളം കുടിക്കാഞ്ഞിട്ട് അവന് ഞങ്ങൾ സിറിഞ്ച് വഴി വെള്ളം കൊടുത്തു. യൂട്യൂബിനകത്ത് കണ്ട കേട്ടോ, വെള്ളം കുടിക്കാത്തവർക്ക് ഇങ്ങനെ സിറിഞ്ച് വഴി വെള്ളം കൊടുക്കുന്നെന്ന്. അപ്പൊ ഞാനിങ്ങനെ ഇവന് മരുന്ന് കൊടുക്കുന്ന സിറിഞ്ച് ഉണ്ടായിരുന്നു, അതിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് ഇവനെ അങ്ങനെ കൊടുത്ത്. അങ്ങനെ സിറിഞ്ച് വഴി അവൻ കുടിച്ചു കേട്ടോ. അല്ലാതെ അവൻ ഇച്ചിരി വെള്ളം അവൻ അല്ലാതെ കുടിക്കുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ കുടിച്ചിട്ടും വീണ്ടും അവന് മഞ്ഞ നിറം തന്നെയായിരുന്നു കേട്ടോ മൂത്രത്തിന്. അപ്പം പിന്നെ ഞങ്ങളെന്നാ ഇന്ന് ആശുപത്രി കൊണ്ടുപോയേക്കാന്ന് വിചാരിച്ച് ഇന്ന് ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു അത് വലിയ കാര്യം ആക്കേണ്ട കാര്യമില്ല, എങ്കിലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവൻ പെരയ്ക്കകത്ത് മുള്ളിയത് മൂത്രത്തിന്റെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടാവും കേട്ടോ പോയത്. അപ്പൊ ഡോക്ടറെ കാണിച്ചു. അപ്പം ഡോക്ടർ ഇങ്ങനെ ചോദിച്ചു, ഇവൻ ഇപ്പൊ തരുന്ന് മൂത്രം ഒഴിക്കുന്നുണ്ടോ, നേരത്തെ കഴിഞ്ഞും കൂടുതൽ തവണ ഒഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഡോക്ടർ പറഞ്ഞ് അവന് ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട്, നമുക്ക് ആന്റിബയോട്ടിക് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആന്റിബയോട്ടിക് ഒക്കെ തന്ന്. പിന്നെ ഇപ്പോഴാണ് അല്ലിക്കുട്ടിന് കുറച്ച് രോമം പൊഴിയുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നമുക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ അവനെ എടുക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ഉടുപ്പയിലൊക്കെ കുറച്ച് രോമമൊക്കെ ആവുന്നുണ്ട്. അപ്പോഴത്തേക്കിന് പിന്നെ അതും കൂടെ പറയാന്ന് വിചാരിച്ചു അതിനുള്ള മരുന്നൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പിന്നത്തെ നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് തന്നെ അല്ലിക്കുട്ടിനത് മരുന്ന് കൊടുക്കുക കേട്ടോ. 2 നേരം കൊടുക്കണ്ട, രാവിലെയും വൈകിട്ടും. അപ്പോഴത്തേക്കിന് രാവിലത്തെ മരുന്ന് ഞങ്ങൾ പിന്നെ അവിടുന്ന് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് പെട്ടെന്ന് തന്നെ അങ്ങ് കൊടുക്കുമായിരുന്നു, പാലിനകത്ത് ചാലിച്ച് കൊടുക്കും. അതേ പാറച്ചേച്ചിക്ക് ഇപ്പൊ മരുന്നൊക്കെ കൊടുക്കാൻ നന്നായിട്ട് അറിയാം കേട്ടോ. നേരത്തെയൊക്കെ ഞങ്ങൾ 3-4 പേര് പിടിച്ചൊക്കെയാ മരുന്ന് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ പാറച്ചേച്ചി തന്നെ കൊടുക്കും, അവൾക്ക് ഇപ്പൊ നന്നായിട്ട് അറിയാം കൊടുക്കാനായിട്ട്. അല്ലിക്കുട്ടിന് വലിയ ഇഷ്ടമൊന്നും ഇല്ല, ഇച്ചിരി കയ്പുണ്ടെന്ന് തോന്നുന്നു. ഗുളിക ആയതുകൊണ്ട് പൊടിച്ച് പാലിനകത്ത് കൊടുക്കുവാണേ. 1 നേരം മരുന്ന് കൊടുത്തപ്പോ തന്നെ അല്ലിക്കുട്ടിന് ഒരു ശകലം വ്യത്യാസം വന്ന പോലെ തോന്നി കേട്ടോ. നേരത്തെ അത്രയും തന്നെ ഇപ്പൊ മഞ്ഞ നിറയില്ല, കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ മരുന്ന് കുടിച്ചപ്പോൾ മുതലാണെന്ന് തോന്നുന്നു കുറച്ച് വെള്ളം കൂടെ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ അവന് ഒട്ടും വെള്ളം അങ്ങനെ കുടിക്കുന്നില്ലായിരുന്നു, ഒരു ശകലം വെള്ളം കുടിച്ചെങ്കിലായിരുന്നു. പക്ഷെ ഇപ്പൊ അവന് ഇടയ്ക്കിടയ്ക്ക് പോയി കുടിക്കാൻ തുടങ്ങി കേട്ടോ വെള്ളം. മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് പാറച്ചേച്ചി അല്ലിക്കുട്ടിനെ വെച്ച് കൊഞ്ചിച്ചോണ്ടിരിക്കുക കേട്ടോ. അല്ലിക്കുട്ടിന് മരുന്ന് കൊടുത്തത് ഇഷ്ടപ്പെട്ടില്ല, സങ്കടമായെന്നൊക്കെ തോന്നുന്നു പറഞ്ഞുകൊണ്ട് പാറച്ചേച്ചി അവനെ കൊഞ്ചിച്ചോണ്ടിരിക്കുക. പാറച്ചേച്ചിയുടെ മേത്ത് കിടക്കുന്ന കണ്ടോ അല്ലിക്കുട്ടൻ നല്ല മിടുക്കനായിട്ട്. അവനും ഇങ്ങനെ കിടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ അനങ്ങാതെ കിടക്കും. അല്ലിക്കുട്ടൻ ഇങ്ങനെ എത്ര നേരം വേണേലും ഇങ്ങനെ കടന്നോളും കേട്ടോ. അല്ലിക്കുട്ടന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ കിടക്കാനായിട്ടൊക്കെ. അപ്പൊ ഇതൊക്കെയാണ് അല്ലിക്കുട്ടന്റെ ഇന്നത്തെ വിശേഷങ്ങള്. ഇനി നാളത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ വരാം കേട്ടോ.